ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഗ്ലാസ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടീ കേക്കാണ്. ഏത് കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആളുകൾക്കും തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണിത്. വീഡിയോക്ക് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ആദ്യം തന്നെ 4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. അതിലൽപ്പം ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇന്ന് ഞാനിവിടെ 1 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലൂടെ നന്നായിട്ട് ഒരു 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. ഇപ്പം ഞാനിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1/4 കപ്പ് കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ അല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബാറ്റർ ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടായിരിക്കാൻ പാടില്ല. നല്ല ക്ലീൻ ആയിട്ടുള്ള ബൗളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മിൽക്ക് അല്ലെങ്കിൽ എഗ്ഗ് എടുക്കുന്നുണ്ടെങ്കിൽ എഗ്ഗ് എല്ലാം റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പാല് മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ വല്ല നട്ട്സ് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടി എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിത് ഈക്വലായിട്ട് 4 ഗ്ലാസ്സിലേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 4 ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക.
ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം മണലിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ റിങ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രമാണിത്. ഇതിലേക്ക് ആദ്യം നമ്മുടെ പ്ലേറ്റ് ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്ലാസ്സുകൾ ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 35 to 40 മിനിറ്റ് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. പിന്നെ ഓരോരുത്തരുടെ തീയിനനുസരിച്ചിട്ടിരിക്കും നമ്മുടെ ബേക്ക് ആകുന്ന ടൈം. 40 മിനിറ്റ് ആയിട്ട് നമ്മുടെ ഇത് ബേക്ക് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ എക്സ്ട്രാ വെച്ച് കൊടുക്കാം. അപ്പോഴത്തേനും ബേക്കായി കിട്ടും. ഇപ്പോൾ ഇത് 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കി, നല്ല പോലെ ബേക്ക് ആയിട്ടുണ്ട്. നല്ല ഉള്ളൊക്കെ നല്ല പോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒരു അരമണിക്കൂറോളെങ്കിലും മിനിമം ചൂടാറാൻ വെക്കണം. എങ്കിലേ ഗ്ലാസ്സിൽ നിന്ന് നേരെ വിട്ട് കിട്ടുള്ളൂ. നല്ല പോലെ ചൂടാറിയതിന് ശേഷം എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്ലാസ്സിൽ നിന്നൊന്ന് വിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് തന്നെ വിട്ട് കിട്ടുന്നുണ്ട് കേക്കൊക്കെ. ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കത്തി വെച്ചിട്ടൊക്കെ ഇതിൻ്റെ സൈഡൊന്ന് പിടിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഓവണും ബീറ്ററും എഗ്ഗൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടീ കേക്കാണിത്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.